സർ, ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം SITയുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ്. സർ, ഞങ്ങൾ ആ സമരം തുടരുകയാണ്. ഞങ്ങളുടെ 2 അംഗങ്ങൾ ശ്രീ CR മഹേഷും ശ്രീ നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങേ അറിയിക്കും. ഓക്കെ, താങ്ക് യു. ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇത് ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ളൊരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. യെസ്, ബഹുമാനപ്പെട്ട CM ചോദ്യം. സർ, ഉണ്ട് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19/1/26 വരെ 3360 വായ്പകൾ അനുവദിച്ചതിലൂടെ 2963 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംരംഭങ്ങൾക്കായി ആകെ 1286 കോടി 96 ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. പലിശ നിരക്കായ 10% നിന്ന് സർക്കാർ സബ്സിഡി 3%, KFC റിബേറ്റ് 2% കുറച്ച് 5% നിരക്കിലാണ് വായ്പകൾ നൽകി വരുന്നത്. വായ്പാ പരിധി 2 കോടി രൂപയാണ്. നിലവിലെ വായ്പാ കാലാവധി 5 വർഷമാണ്. ഇത് ദീർഘിപ്പിക്കാനുള്ള തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടില്ല. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 1374 വനിതാ സംരംഭകരുണ്ട്. പദ്ധതിയിലൂടെ ഇതിനകം 87,440 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പദ്ധതി ആരംഭിച്ചതു മുതൽ പലിശ സബ്സിഡി ഇനത്തിൽ 46 കോടി 60 ലക്ഷം രൂപ സർക്കാരും പലിശ കിഴിവിനത്തിൽ റിബേറ്റിനത്തിൽ 25 കോടി 81 ലക്ഷം രൂപ KFCയും ചെലവഴിച്ചിട്ടുണ്ട്. ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി. സർ, സംസ്ഥാനത്തെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്കും പ്രവാസികൾക്കും വനിതകൾക്കും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ വലിയ കൈത്താങ്ങാണ് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടിയിലൂടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ വ്യവസായ മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി മുഖേന എത്ര സംരംഭങ്ങൾ ഇനിയും ആരംഭിക്കാൻ കഴിയുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, 500 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്ന കണക്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 2500 സംരംഭങ്ങൾ തുടങ്ങാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സംരംഭകരെ കൂടാതെ ഓരോ സ്ഥാപനത്തിൽ നിന്നും ശരാശരി 5 പേർക്ക് പ്രത്യക്ഷമായും 10 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടിക്ക് ലഭ്യമായ ദേശീയ അംഗീകാരം എന്തെന്ന് വിശദമാക്കാമോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, പദ്ധതികൾക്ക് സാധാരണഗതിയിൽ നല്ല അംഗീകാരം തന്നെയാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിഭാഗത്തിൽപ്പെട്ട 50 വയസ്സിൽ താഴെയുള്ള സംരംഭകർക്കും NRK പട്ടികജാതി പട്ടികവർഗ വനിതാ വിഭാഗത്തിൽപ്പെട്ട 55 വയസ്സിൽ താഴെയുള്ള സംരംഭകർക്കും വിമുക്ത ഭടന്മാർക്ക് വയസ്സിന് പരിധിയില്ലാതെയുമാണ് ആനുകൂല്യം ലഭ്യമാവുക. ഇത്തരമൊരു പദ്ധതി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതും നല്ല രീതിയിൽ അംഗീകാരം ലഭ്യമായതുമാണ്. ശ്രീ PP ചിത്തരഞ്ജൻ. സർ, ഈ പദ്ധതിയുടെ ചെലവിൻ്റെ എത്ര ശതമാനം തുക വായ്പയായി അനുവദിക്കും?
അതോടൊപ്പം തന്നെ വായ്പയുടെ തിരിച്ചടവ് കാലാവധി എത്രയാണ് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. യെസ്, ബഹുമാനപ്പെട്ട സി എം. ഇതിൽ പദ്ധതി ചെലവിൻ്റെ 90% തുക വായ്പയായി അനുവദിക്കുന്നതാണ്. 5 വർഷമാണ് വായ്പയുടെ തിരിച്ചടവ് കാലാവധി. ശ്രീ ലിൻഡോ ജോസഫ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സംരംഭത്വ വികസന പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ ഇതിനോടകം തന്നെ 2963 സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതും അതിൽ 1374 വനിതകളാണ് സംരംഭകർ എന്നതും ഈ പദ്ധതിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് വിളിച്ചോതുന്നതാണ്. സാർ, എൻ്റെ ചോദ്യം, ഈ പദ്ധതി കൂടുതൽ വ്യാപിപ്പിച്ച് അതോടൊപ്പം സബ്സിഡിയിൽ വലിയ കുറവ് വരുത്തി പലിശ കൂടുതൽ കുറവ് നൽകി ഈ പദ്ധതിയെ കൂടുതൽ വ്യാപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ്, ബഹുമാനപ്പെട്ട സി എം. സർ, പദ്ധതിക്ക് നല്ല പ്രതികരണങ്ങളാണ് വരുന്നത്. അതിൻ്റെ ഭാവി എങ്ങനെ വികസിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് കാലത്തിന് വിടാം നമുക്ക്. ഏതായാലും അതിനോടൊന്നും ഒരു നിഷേധാത്മക സമീപനം സർക്കാരിനില്ല. ശ്രീ എ പ്രഭാകരൻ. സർ, ഈ പദ്ധതിയുടെ ആനുകൂല്യം സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്നുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. യെസ്. സർ, സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകുന്നുണ്ട്. ഇപ്പോൾ 51 ടെക്നോളജി ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾക്കായി 69 കോടി രൂപ ഇതിനകം നൽകിയിട്ടുണ്ട്. 2026-27 ഇതേ രീതിയിൽ സഹായം നൽകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. യെസ്. ചോദ്യം നമ്പർ 2, ശ്രീ കെ കെ രാമചന്ദ്രൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ഉണ്ട്. അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കെടുപ്പുകളും ജനസംഖ്യാ പ്രവചനങ്ങളും സംസ്ഥാനം അതിവേഗം നഗരവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു. 1991 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ 26.44% മാത്രമായിരുന്നെങ്കിൽ വെറും 20 വർഷത്തിനുള്ളിൽ 2011 സെൻസസ് അനുസരിച്ച് 47.22. കേരളത്തിലെ സെൻസസ് ടൗണുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവിലും അതിവേഗ നഗരവൽക്കരണത്തിന്റെ പ്രവണത വ്യക്തമായി കാണാവുന്നതാണ്. 2001 159 ആയിരുന്ന സെൻസസ് ടൗണുകളുടെ എണ്ണം 2011 3 ഇരട്ടിയിലധികം വർദ്ധിച്ച് 520 നിലവിൽ കേരളത്തിലെ നഗര ജനസംഖ്യ 60%-ലധികമാണെന്നും പലതരത്തിലുള്ള പ്രവചനങ്ങളുണ്ട്. ചില പ്രവചനങ്ങൾ 2035 ആവുമ്പോഴേക്കും 90% നഗര ജനസംഖ്യയാവും എന്ന് പറയുന്നുണ്ട്. 2051 കൂടി 80%-ലേക്ക് എത്തും എന്നുള്ള പ്രവചനമുണ്ട്. കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ സ്വഭാവവും സങ്കീർണതയും പ്രശ്നങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയും നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചപ്പാടിന് അനുസൃതമായും ഹ്രസ്വകാല ദീർഘകാല ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത 25 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് സമഗ്ര നഗര നയം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. സർ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു നഗര നയം ആവിഷ്കരിക്കാൻ മുൻകൈയെടുത്തത്. അതിപ്പോ അവസാന ഘട്ടത്തിലാണ്. ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആദ്യം നഗര നയം ആവിഷ്കരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറും. സർ, 13 അംഗ കേരള നഗരനയ കമ്മീഷനെ ഇതിനുവേണ്ടി രൂപീകരിച്ചു. അക്കാഡമിക്, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെട്ട ഈ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ബെൽഫാസ്റ്റിലെ ക്യൂൻസ് സർവകലാശാലയിലെ പ്രൊഫസർ ശ്രീ എം സതീഷ് കുമാറാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നഗരാസൂത്രണ വിദഗ്ധർ, അതുപോലെ നഗരകാര്യ വിദഗ്ധർ എല്ലാം ഉൾപ്പെട്ട് ഡോക്ടർ കെ ടി രവീന്ദ്രനെയൊക്കെ പോലുള്ള ഇന്ത്യയിലെയും വിദേശത്തെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഈ മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെട്ട കമ്മീഷനാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. രാജ്യത്തെ പ്രധാനപ്പെട്ട 21 അക്കാദമിക് സ്ഥാപനങ്ങൾ നടത്തിയ 32 ഹ്രസ്വകാല പഠനങ്ങളുടെയും 50-ലധികം സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷനുകളുടെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഏതാണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ 2500-ലേറെ പേരുമായി ആശയവിനിമയം നടത്തിയിട്ട് കൂടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 2024 ഒരു ഇടക്കാല റിപ്പോർട്ടും 25 മാർച്ചിൽ അന്തിമ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചു. താങ്ക് യു. ശ്രീ കെ കെ രാമേന്ദ്രൻ. സർ, രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ പൊതുവെ കാണുന്നത് പോലെ ഗ്രാമത്തിലുള്ളവർ നഗരങ്ങളിലേക്ക് ചേക്കേറുകയല്ല, മറിച്ച് നഗരം ഗ്രാമങ്ങളിലേക്ക് വളരുകയും വികസിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവരുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനമാകെ നഗരവൽക്കരിക്കപ്പെടുമ്പോൾ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, പാർപ്പിട സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം എന്നിവ ഉൾപ്പെടെ സജ്ജമാക്കുവാൻ എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടോ? അതിനായി എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? യെസ്, മിനിസ്റ്റർ. സർ,
ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ പ്രത്യേകതയെ ശരിയായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ലോകത്താകെ നടക്കുന്ന നഗരവൽക്കരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവണത കേരളത്തിൽ കാണാം. നമ്മൾ പൊതുവെ നഗരവൽക്കരണം എന്ന് പറയുമ്പോൾ കാണുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ്. പക്ഷെ കേരളത്തിൽ സംഭവിക്കുന്നത് നഗരഗ്രാമ അതിർത്തികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. എവിടെ ഗ്രാമം അവസാനിക്കുന്നുവെന്നോ എവിടെ നഗരം ആരംഭിക്കുന്നുവെന്നോ എവിടെ നഗരം അവസാനിക്കുന്നുവെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നഗരവ്യാപനമാണ് കേരളത്തിന്റെ നഗരവൽക്കരണത്തിന്റെ പ്രത്യേകതയായി നമുക്ക് കാണാവുന്നത്. എല്ലാ വിദഗ്ധരും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി അടുത്തൊരു ദശകത്തിനുള്ളിൽ കേരളം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ നഗരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ നഗരം എന്ന നിലയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ ഒരു നാഷണൽ ഹൈവേയുടെ ഇരുവശത്തുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു നഗരമായിട്ട് കേരളം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള വലിയ വെല്ലുവിളികൾ അത് ഉയർത്തുന്നുണ്ട്, ഒപ്പം വലിയ സാധ്യതകളും അവസരങ്ങളും നൽകുന്നുണ്ട്. രണ്ടുമുണ്ട്. അത് രണ്ടും അഭിസംബോധന ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സമഗ്രമായൊരു നയം ആവിഷ്കരിക്കാൻ ഈ ഗവൺമെന്റ് ആലോചിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യം അത്തരം ഒരു മുൻകൈ എടുത്തത്. സർ, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. ഒന്ന്, ട്രാൻസ്പോർട്ടേഷന്റെ അർബൻ ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തീരും. അവിടെയാണ് അതിവേഗ റെയിൽ പോലുള്ള ആശയങ്ങളുടെ പ്രാധാന്യം വരുന്നത്. എങ്ങനെയാണ് കേരളത്തിലെ സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി അടുത്തൊരു 25-50 കൊല്ലത്തെ കേരളത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചത് എന്നതിന്റെ ഒരു ഉദാഹരണമാണിത്. അതിവേഗ റെയിൽ ആവശ്യമായി വരും. നാഷണൽ ഹൈവേ പോലുള്ള മലയോര ഹൈവേ, അതുപോലെ തന്നെ തീരദേശ ഹൈവേ പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനം വേണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പദ്ധതികൾ, ഈ നഗരവൽക്കരണത്തിന്റെ പ്രവണതയെ കണ്ടുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഹൗസിംഗിൻ്റെതാണ്, അർബൻ ഹൗസിംഗ്. സർ, നഗരം വ്യാപിക്കുന്ന സമയത്ത് നഗരങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് ഭവനം ഉറപ്പുവരുത്തുക എന്നത് സർക്കാരിന്റെ മുൻഗണനയാണ്. ഈ സർക്കാരിന്റെ കീഴിൽ നടപ്പാക്കിയ ലൈഫ് ഭവന പദ്ധതി അതിന്റെ ഒരു ഉദാഹരണമാണ്. ആ ലൈഫ് ഭവന പദ്ധതിക്ക് കീഴിൽ കേരളത്തിലാകെ 6 ലക്ഷത്തിലധികം പേരുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഫെബ്രുവരി മാസത്തിൽ 5 ലക്ഷം എന്ന നാഴികക്കല്ല് കേരളം പിന്നിടാൻ പോവുകയാണ് വീടിന്റെ കാര്യത്തിൽ. അപ്പോ ഇത്തരത്തിലുള്ള പദ്ധതികൾ നിലവിൽ തന്നെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അത്തരം പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം ഉന്നയിച്ചത് മാലിന്യ സംസ്കരണത്തിന്റേതാണ്. സർ, നഗരവൽക്കരണം ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മലിനീകരണത്തിന്റെയും ശുചിത്വത്തിന്റെയും ഇപ്പോ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറം നടന്നു. ബഹുമാനായ വ്യവസായ മന്ത്രി അതിൽ പങ്കെടുത്തിരുന്നു. അത് സംബന്ധിച്ച് വന്നിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ ലോക എക്കണോമിക് ഫോറം, വേൾഡ് എക്കണോമിക് ഫോറം ദാവോസിൽ നടന്നപ്പോൾ ഇന്ത്യൻ നഗരങ്ങളുടെ മലിനീകരണത്തെ കുറിച്ചാണ് അവിടെ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ട ഒരു ആശങ്ക എന്നതാണ്. ഇന്ത്യയിലെ നഗരങ്ങൾ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ജീവിതയോഗ്യമല്ലാതായി തീരുന്നു. ഡൽഹിയുടെ എല്ലാം അനുഭവം നമുക്കറിയാം, വായു ഗുണനിലവാര സൂചികയുടെ എല്ലാം സ്ഥിതി. അപ്പോ സർ, ഇപ്പോ നമ്മൾ കാണുന്നത് ഡൽഹിയിൽ നിന്നും അതുപോലുള്ള മഹാനഗരങ്ങളിൽ നിന്നും കേരളത്തിലെ നഗരങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. കാരണം ശുദ്ധവായു കിട്ടുന്ന നഗരങ്ങൾ കേരളത്തിലേതാണ്, അതുപോലെ തന്നെ ശുചിത്വമുള്ള നഗരങ്ങൾ കേരളത്തിലേതാണ്. നമുക്ക് ഇനിയും ഒരുപാട് ദൂരക്കാര്യത്തിൽ മുന്നോട്ട് പോകാനുണ്ട് എന്നത് സംശയമില്ല. അപ്പോ അതിന് ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതികൾ ഈ സഭയിൽ നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. ബ്രഹ്മപുരം പോലുള്ള ക്രൈസിസിനെ എങ്ങനെയാണ് കേരളം കൈകാര്യം ചെയ്തത് എന്നത് ഒരു മാതൃകയാണ് സർ. ബ്രഹ്മപുരത്ത് ഈ മാസം അവസാനത്തോടു കൂടി 150 ടണ്ണിന്റെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസക്തമായ ചോദ്യമായതുകൊണ്ട് വളരെ ദീർഘമായ ഉത്തരം. ശ്രീ കെ കെ രാമദാസ്, ഇതിന്റെ ഭാഗമായിട്ട് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന ഈ ഗ്രാമങ്ങളാകെ നഗരവൽക്കരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി വയോജനങ്ങൾ, സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ, കുട്ടികൾ എന്നിവർക്കായി നഗരവൽക്കരണ ആസൂത്രണ നയത്തിൽ പ്രത്യേക പരിഗണനയും പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക ആലോചനയും സർക്കാർ നടത്തുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാം. സർ, ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് നഗരവൽക്കരണം എന്ന പ്രതിഭാസത്തെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല. അതിനെ തടഞ്ഞു നിർത്തുക എന്നതല്ല, അതിനെ ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ ശരിയായ ദിശയിലേക്ക് വഴിതിരിച്ചു വിടുക എന്നതാണ്. ഇൻക്ലൂസീവായ നഗരങ്ങൾ എന്ന കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. നഗരം ആരുടേത് എന്ന് ചോദിച്ചാൽ എല്ലാവരുടേതും എന്നതാണ് കേരളത്തിന്റെ ബദൽ. ആ ബദലാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്നത്. അതല്ലാതെ സമ്പന്നർക്ക് മാത്രം ഇടമുള്ള നഗരം, ബാക്കി പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എല്ലാം
നഗരം എന്നതല്ല ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട്. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്ന ഒരു ബദൽ സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നഗരങ്ങൾ, അതിൽ പ്രായം ചെന്നവർ, വയോജനങ്ങൾ, സ്ത്രീകൾ, ദുർബല വിഭാഗങ്ങൾ, അവർക്കെല്ലാം ജീവിത സൗകര്യങ്ങളുള്ള, ജീവിക്കാൻ ഇടമുള്ള ഒരു നഗരം, അവരെല്ലാം ഉൾക്കൊള്ളുന്ന നഗരം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നഗര നയം ആവിഷ്കരിക്കുന്നത്.